ഒരു മഹായോഗിയായിരുന്നു തൈക്കാട് അയ്യാവ് സ്വാമി. പലപ്പോഴും നമ്മുടെ ഈ സംസ്കാരത്തിൽ അറിയപ്പെടാതെ കിടന്ന സ്വാമികളെ ഈ കേരളത്തിന്റെ പൊതുചിന്തയിലേക്ക് പടർത്തിയത് ആനിക്കാട് ശങ്കരപ്പിള്ള സാറ് 1958 ഒരു കൗമുദിയിലാണെന്ന് തോന്നുന്നു ഒരു ലേഖനം എഴുതി. ശിവരാജയോഗി തൈക്കാട് അയ്യാവ് സ്വാമികൾ. സ്വാമിയുടെ പൂർണ്ണമായ നാമം എന്ന് പറയുന്ന അയ്യാവ് സ്വാമികൾ എന്നാണ്. അയ്യാവ് എന്നെ സംബോധന ചെയ്യാറുള്ളൂ. പക്ഷെ നമ്മുടെ പലപ്പോഴും ഇപ്പൊ അയ്യാ സ്വാമിന്ന് ഈ ചുരുങ്ങി എല്ലായിടത്തും എഴുതുന്നതായിട്ട് കാണുന്നുണ്ട്. അയ്യാവ് എന്ന് ചേർത്ത് പറയുമ്പോഴാണ് അതിന് പരിപൂർണ്ണ ബഹുമാനം എന്നാണ് അന്ന് അദ്ദേഹവും അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ തൈക്കാട് അയ്യാ സ്വാമികളെ പറ്റി അദ്ദേഹം എഴുതിയ ആ ലേഖനം ഡോക്ടർ കാനം ശങ്കരപ്പിള്ള അദ്ദേഹം അത് വായിക്കാനിടയാകുകയും ആ ലേഖനം എഴുതാന് കിട്ടിയ കുറച്ച് പുസ്തകങ്ങളിൽ ആനിക്കാട് ശങ്കരപ്പിള്ള സാർ കാനം ശങ്കരപ്പിള്ള സാർക്ക് കൈമാറി. പിന്നീട് അദ്ദേഹം ഡോക്ടർ കാനം ശങ്കരപ്പിള്ള സാറാണ് മനോരമയിലും മംഗളത്തിലും ഭാഷാഭൂഷണിയിലും വിജ്ഞാന കൈരളിയിലും എല്ലാത്തിനും എല്ലാ വർഷവും സ്വാമിയുടെ സമാധി ജയന്തി സമയങ്ങളിലെല്ലാം സ്വാമിയെ പറ്റി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതില് കാനം ശങ്കരപ്പിള്ള സാറിന്റെ ഒരു സംഭാവനയാണ് ഗുരുക്കന്മാരുടെ ഗുരു എന്ന ക്യാപ്ഷൻ. സാറ് മംഗളത്തിന് വേണ്ടി എഴുതിയ ഒരു ആർട്ടിക്കിളിലെ ശീർഷകമായിരുന്നു ഗുരുക്കന്മാരുടെ ഗുരു. പിന്നീട് മറ്റൊരു ശീർഷകം സാർ എഴുതി നവോത്ഥാന നായകന്മാരുടെ ഗുരു. ആദ്യമായി പന്തിഭോജനം നടത്തിയ തൈക്കാട് അയ്യാവ് സ്വാമികൾ. ഇങ്ങനെ പല ശീർഷകങ്ങൾ സാർ എഴുതി തൈക്കാട് അയ്യാവ് സ്വാമികളെ സാംസ്കാരിക കേരളത്തിലേക്ക് കൂടുതൽ പരിചയപ്പെടുത്തി. ഈ പരിചയപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് 2003 പത്തനംതിട്ടയിൽ കൂടിയ ഈ വെള്ളാള സമുദായം സ്വാമികളെ ആചാര്യപദത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയും ആ ഒരു വലിയ വിപുലത കൊണ്ടുവരികയും ചെയ്തു. അതിനു മുമ്പേ ഒരുപക്ഷെ ഇവിടൊക്കെ സ്വാമികളെ ബഹുമാനിക്കുകയും പൂജിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ കൂടുതലായിട്ട് ഇങ്ങനെ ഡോക്ടർ കാനം ശങ്കരപ്പിള്ള സാറിന്റെ സംഭാവനകൾ നമ്മളിതിൽ മറക്കാൻ പാടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സാർ എഴുതിയ വെള്ളാള കുലം പഴമയും പെരുമയും എന്ന് പറയുന്ന പുസ്തകം ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതില് ഒരു 10-15ഓളം പേജ് തൈക്കാട് അയ്യാവ് സ്വാമികളെ പറ്റിയുണ്ട്. ആ പുസ്തകം ഈ വേദി വെച്ച് തന്നെ അർജുനൻ പിള്ള സാറിന് കൈമാറുന്നതാണ്. അതിന്റെ ഒരു പ്രതി ഇവിടുത്തെ വായനശാലയിലേക്ക് വേണ്ടി. മറ്റൊന്ന് തൈക്കാട് അയ്യാവ് സ്വാമികളുടെ ഒരു സങ്കല്പം. നമുക്ക് പലപ്പോഴും നമ്മുടെ ആൾക്കാര് പ്രചരിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം ബ്രാഹ്മണിക്കൽ ജീവനി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ വേദങ്ങളും വിജ്ഞാനവും എല്ലാം ബ്രാഹ്മണര് കൊണ്ടുവന്നാണ് എന്നൊക്കെ ഉള്ളൊരു സങ്കല്പത്തില് ബ്രാഹ്മണരോട് ഒരു വലിയ ദേഷ്യം കൂട്ടാനുള്ളതായ കാര്യങ്ങൾ എപ്പോഴും കാട്ടിക്കൂട്ടാറുള്ള വാക്കുകളിലുമില്ല. യഥാർത്ഥത്തിൽ ദ്രാവിഡ ദേശത്ത് നമുക്ക് വേദങ്ങളുടെ വലിയ വിജ്ഞാന ശാഖകൾ ഉണ്ടായിരുന്നു. തിരുമന്ത്രത്തിലും അതുപോലെ തന്നെ ഒഴിവിലൊടുക്കം, കൈവല്യ നവനീതം, അങ്ങനെ നിരവധി വേദാന്ത കൃതികൾ ഉണ്ടായിരുന്നു. ഈ വേദാന്ത കൃതികളെല്ലാം തൈക്കാട് അയ്യാവ് സ്വാമിയെ പോലെയുള്ള മഹാത്മാക്കൾ അത് പഠിക്കുകയും അവരുടെ പദത്തിലൂടെ അത് പുറം ലോകത്തെ അറിയിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. യഥാർത്ഥത്തില് ഈ തൈക്കാട് അയ്യാവ് സ്വാമികളുടെ, നാരായണഗുരു സ്വാമികളുടെയും ചട്ടമ്പി സ്വാമി പരിപാടികളുടെയൊക്കെ ഈ ജീവചരിത്രം എഴുതിയപ്പോൾ പലരും സ്വാമികളെ ഒരു വാക്ക് പറഞ്ഞാണ് പലപ്പോഴും എന്ന് വെച്ചാൽ അങ്ങോട്ടൊന്ന് പ്രത്യേകമായി അടയാളപ്പെടുത്തി മാറ്റി നിർത്തുന്നത്. അതേതാണെന്ന് ചോദിച്ചാൽ സ്വാമികൾക്ക് ജ്ഞാനവിഷയത്തിലായിരുന്നു, രസവിദ്യയിലായിരുന്നു താല്പര്യം എന്ന് ഈ മറ്റെല്ലാ ജീവചരിത്രം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ സ്വാമികൾക്ക് രസവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആൾക്കാർ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ചെമ്പ് സ്വർണമാക്കുന്ന ഒരു വിദ്യയാണ് രസവിദ്യ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലുമല്ല. സ്വാമികൾക്ക് അങ്ങനെ ധനത്തിലോ യാതൊന്നിലും സ്വർണമോ ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല. സ്വാമി രസവിദ്യയെ സ്വാമിയുടെ അടുത്തൊക്കെ ഒത്തിരി പേര് കൂടി ചെന്ന് ചോദിച്ചിട്ടുണ്ട്, സ്വാമി രസവിദ്യ പഠിപ്പിച്ചത് ഇതുപോലെ ചോദിച്ചത്. സ്വാമി ആ ജോലി
തന്റെ ആകുന്നത്രയും കാലം ജോലി തുടരുകയും പിന്നീട് തപോജീവിതത്തിനായി പിന്തിരിയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ രസവിദ്യ എന്ന് പറഞ്ഞാൽ ശൈവ സിദ്ധാന്തത്തിൽ നാം ഗഹനമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് രസവിദ്യ. ആ രസവിദ്യ അറിയുമ്പോഴേ ഉള്ളൂ ജീവേശ്വര ജീവ ബ്രഹ്മാത്മ ഐക്യത്തിന്റെ ഒരു വ്യക്തത നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അത് ആഴത്തിൽ പഠിക്കുക. ഇപ്പം ഇവിടെ ഇത് ശ്രദ്ധേയമായ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ചുരുക്കം എന്ന് പറഞ്ഞാൽ ബ്രഹ്മെന്ന് പറയുന്നത് അവിദ്യാസ്വരൂപമായ ജീവനും അതിലുപയോഗിക്കുന്നതായ രസം ബ്രഹ്മവിദ്യയുമാണ്. ആ വിദ്യ കൊണ്ട് തപസ്സനുഷ്ഠിച്ച് ചെമ്പിനെ സ്വർണ്ണമാക്കുക എന്ന് പറഞ്ഞാൽ താൻ തന്നെ ഉള്ളിൽ ബ്രഹ്മമായി വിളങ്ങുക. അവിടെ സ്വർണം കലർപ്പില്ലാതായി തന്റെ ഇതുവരെയുള്ള എല്ലാ മറകളും മാറി താൻ തന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ആ ബ്രഹ്മം തന്നെയാണ്, മറ്റൊന്നുമല്ല. ഈ കാണുന്ന പ്രപഞ്ചത്തിലെല്ലാം സർവം ബ്രഹ്മമാണ്. സർവം ഖലും ബ്രഹ്മ എന്ന വേദാന്ത വാക്യത്തിന് ചേർന്ന് പോകുന്നതാണ് ഈ യോഗവിദ്യയിലെ, ഈ ശൈവ വിദ്യയിലെ രസവിദ്യ. ഈ വിദ്യ ആണ് സ്വാമി അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ചെമ്പ് സ്വർണമാക്കാനുള്ള ഒരു വിദ്യകളുമല്ല. എല്ലാവരും സ്വാമിയെ ഈ രസവിദ്യയിലാണ് സ്വാമിക്ക് താല്പര്യം എന്ന് പറഞ്ഞു മാറ്റത്. സ്വാമി ഇന്ന് വരെ ഒരു സ്വർണവും സമ്പാദിച്ചിട്ടില്ല. വലിയ ജീവിതം നടത്തി ആ വീട് വിട്ട് മറ്റെങ്ങും പോയിട്ടില്ല. അവിടെ തന്നെ ഇരുന്ന് തന്നെ തപസ്സ അനുഷ്ഠിക്കുകയായിരുന്നു. അപ്പൊ ഇത്തരം സൂക്ഷ്മമായ അറിവുകൾ സ്വാമിയിലേക്ക് എത്തണം. പലരും നവോത്ഥാന നായകനെന്നും മറ്റുമൊക്കെ ബാഹ്യമായ അറിവുകളിലൂടെ പറഞ്ഞു പോവാണ്. ആധ്യാത്മിക വിദ്യയുടെ ഒരു മഹാസങ്കേതമാണ് സ്വാമി. ആ തരത്തിൽ അറിയുമ്പോഴാണ് ഗുരുവെന്ന് പറയുന്നതിന്റെ പരിപൂർണ രൂപം അറിയുള്ളൂ. അതറിയാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ. ഭാവിയിലെ അത്തരം പഠനങ്ങളും ചിന്തകളും ഉണ്ടാകട്ടെ. ഈ ഗാനം എഴുതി ഒത്തിരി നാളായിട്ട് സ്വാമിയുടെ 3 ഗാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതില് ഒരു പ്രാർത്ഥനാ ഗാനമാണ് ഇപ്പൊ ഈണം നൽകി സംഗീതം ചെയ്ത്. അത് മറ്റു 2 ഗാനങ്ങളൂടെ ഉണ്ട്. അത് അണിയറയിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വാമിയെ പറ്റി എന്തായാലും കൂടുതൽ അറിവുകൾ ഇവിടെ എല്ലാവരിലും എത്തട്ടെ. ഈ